राम नाम भजले राम नाम सुखधाम भजले राम नाम सुखधाम. കർക്കിടകം 1-ാം തീയതി സീന നിങ്ങളിപ്പോൾ കണ്ടത്. എല്ലാവർക്കും രാമായണ മാസം ആരംഭിച്ചില്ലേ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാഗയില്ലാത്ത എൻ്റെ ബെഡ്റൂമിൽ എങ്ങനെ ജാഗയുണ്ടാക്കാം. ഈ ജാഗ മീൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സസ്പെൻസ് അറിയുന്നവർ നേരത്തെ ഒന്ന് കമൻറ്റ് ചെയ്തേ ജാഗ എന്താണെന്നുള്ളത്. ഞാൻ ഗോതമ്പിൻ്റെ ലേഡാട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കർക്കിടകം 1 നമുക്ക് മധുരം കഴിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഗോതമ്പിൻ്റെ ഇലയിടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആവിൽ വെച്ച് വേവിക്കണം കേട്ടോ, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് എങ്ങനെ ചെയ്യുന്നത്. ഇലയിടയ്ക്ക് നമ്മൾ മാവ് കുഴക്കുന്നതിന് മുന്നേ ഗോതമ്പിൻ്റെ പൊടി ആവിക്ക് വേവിച്ചിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് സാധാരണ ഇലയിടാക്കും പോലെ തന്നെ വെല്ലം ശർക്കരയാണ് നമ്മൾ വെല്ലം എന്ന് പറയുന്നത്. വെല്ലം തേങ്ങയും ഇട്ടിട്ട് ഏലക്കാവൊക്കെ പൊടിച്ചിട്ടിട്ട് ഏലക്ക ജീരകപ്പൊടി അങ്ങനെ ഇടും. ഞാൻ ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ ഇതാക്കുന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ മധുരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ജാഗയില്ലാത്ത എൻ്റെ ബെഡ്റൂമിൽ എങ്ങനെ ജാഗയുണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കണ്ടല്ലോ, ആകെ നാശകോശമായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്വാർട്ടേഴ്സിലാണ്. അപ്പം ഈടെന്ന് വെച്ചാൽ നല്ല ചോർച്ചയുണ്ട് മഴയത്ത്. ആകെ റൂമൊക്കെ ഇതായി. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സാധനമൊക്കെ വലിച്ചിട്ടു. എനിക്ക് അത് ഒതുക്കി വെക്കാനുള്ളൊരു സംഭവം ഒന്നുമില്ല മീൻസ് ഡ്രോവറൊക്കെ ഉണ്ട്, പക്ഷേ ആ ടേബിളിന് മുകളിൽ സംഭവം ഒതുക്കി വെക്കാനൊന്നുമില്ല. അപ്പം ഞാൻ മീഷോയിലൊരു റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കാണിച്ച അലങ്കോലായി കിടക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, അത് റൂമിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്ന സാധനം എനിക്ക് സെറ്റാക്കണം. അപ്പോൾ അതിനാണ് ഞാൻ മീഷോയിൽ ഒരു റാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഈ വീഡിയോയിൽ ഞാൻ ആ റാക്ക് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അതിന് അത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയിട്ട് അത് റിട്ടേൺ ആക്കി. പക്ഷെ റിട്ടേൺ ആക്കിയിട്ട് എനിക്ക് തോന്നി അത് വെറുതെ ചെയ്തതെന്ന്. കാരണം വെച്ചാൽ റൂം അത്രയ്ക്ക് വൃത്തികേടായിരുന്നു. അത് ഒതുക്കി പെറുക്കി വെക്കാൻ വേറൊരു മാർഗ്ഗമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് ഓർഡർ ചെയ്തു. രണ്ടാമത് വന്നതും അങ്ങനെ ഒരു പെർഫെക്റ്റ് സംഭവം ഒന്നല്ല കേട്ടോ. അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശരിയില്ല. പക്ഷെ ഞാൻ റിട്ടേൺ ആക്കിയില്ല, റൂം സെറ്റാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ടേബിളിൻ്റെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ചുമരിൽ കുറച്ച് ആണി കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെടുത്തു. പിന്നെ ഞാൻ തൂക്കിയ കീ ചെയിൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ആ കണ്ണൻ്റെ കീ ചെയിൻ എനിക്ക് മോള് ഗിഫ്റ്റ് തന്നതാ. അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോക്കേണ്ടത് അളവാണ്. ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാലും നമുക്ക് രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടി. ഒന്ന് ചെരിഞ്ഞും താണും പൊങ്ങിയൊക്കെ ഇരിക്കുമ്പം രസം ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ എനിക്ക് സുനിയേട്ടനാണ് ഡ്രിൽ ചെയ്ത് തരാറ്. അപ്പം ഞാൻ ഇന്ന് ഒരു കൈ ഞാൻ തന്നെ നോക്കി. ആള് കുറച്ച് കഴിഞ്ഞിട്ട് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കി, എല്ലാം ഹോളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. പകല് കുറച്ച് നേരം ഈ റൂമിലെ കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് ക്ലീനിങ്ങും ഈ സെറ്റാക്കുന്ന സംഭവവും ചെയ്തിട്ട്, പിന്നെ ഞാൻ വൈകുന്നേരം കുളിഞ്ച പോലെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത വരവ്. അപ്പം എൻ്റെ രൂപം ഇപ്പം അടുത്ത ക്ലിപ്സിൽ വേറെ രൂപത്തിലായിരിക്കും. രാത്രിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ റാക്കിൻ്റെ കാര്യം സെറ്റാക്കാൻ വേണ്ടി സുനിയേട്ടൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അളവിൻ്റെതും അതിൻ്റെ കറക്റ്റ് സ്ക്രൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ജാഗ ഇല്ലാത്ത റൂമിൽ നമുക്ക് ജാഗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് ഇതുപോലുള്ള റാക്ക് ആകുമ്പോൾ ഉണ്ടല്ലോ, വാങ്ങുമ്പം നല്ല ക്വാളിറ്റിയുള്ള റാക്ക് വാങ്ങിക്കോ. പല ടൈപ്പിലുള്ള റാക്ക് ഇതുപോലെ നമുക്ക് കിട്ടും ഓൺലൈനിൽ. അപ്പം ഞാനിത് എനിക്ക് തോന്നുന്നു 350 രൂപ, ചെറിയ പൈസയാണ്. ബാക്കിയൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലുള്ളതാണ്. അപ്പം അതിലോട്ട് പോയില്ല. ഇപ്പം ഞാൻ ആ തൊട്ട് മുന്നത്തെ ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറുങ്ങനെ പിളർന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്ന് അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനത് ഫ്ലക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് സെറ്റാക്കാന്നുള്ള രീതിയിലാണ്, സെറ്റാക്കിയിട്ടില്ല ആ സമയത്ത്. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് മുന്നേ ഗമ്മ വെച്ച് ഒട്ടിച്ചാൽ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് റൂം പെട്ടെന്നൊന്ന് ക്ലിയർ ആയിട്ട് കാണുന്നതിലൊരു ആഗ്രഹത്തിൽ. കാരണം അലങ്കോലാക്കി ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സ് ഭയങ്കര അടങ്ങാറാണ്. എന്തോ ഒരുമാതിരിയല്ലേ, ഒക്കെ നീറ്റായി കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ആ ടേബിളിന് മുകളിലുണ്ടായിരുന്ന അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ പറക്കി വെച്ചു. മാക്സിമം എന്ന് വെച്ചാൽ അതിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഇതിൽ പെടുത്തണം. അങ്ങനെ ഒരുവിധം എന്നല്ല, എല്ലാം പെടുത്തി. പിന്നെ ഉള്ളത് ആണി അടിച്ച ഇത് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അത് പറിക്കുന്ന സമയത്ത് ചുമരിൽ വൃത്തിയായിട്ടുണ്ടാവൂലേ,
അപ്പം ഞാൻ അതിന് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഈ എന്ത് കവായി സ്റ്റിക്കർ എന്നല്ലേ ഇതിൻ്റെ പറയാ, കുട്ടികളൊക്കെ ഒട്ടിക്കുന്ന ആ ഒരു ടൈപ്പ്. അങ്ങനെ ആ സ്റ്റിക്കർ വാങ്ങിച്ചുകൊണ്ടു ഒന്നിന് ഒരു സ്ട്രിപ്പിന് 10 രൂപ ആയിട്ട് അങ്ങനെ 2 വാങ്ങിയേ. അങ്ങനെ ചുവരിൽ ഇങ്ങനത്തെ വൃത്തികേട് കാണുന്ന സ്ഥലത്തിൽ എന്ത് ചെയ്തു, സ്റ്റിക്കർ പരക്കെ ഒട്ടിച്ചു കൊടുത്തു. സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്ത് ഇത്ര പോലെ സംഭവം വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുടക്കാൻ പോയത് കേട്ടോ. കാരണം ഡ്രില്ല് ചെയ്ത പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊടി അടിച്ച് വാരി കളഞ്ഞതേ ഉള്ളൂ, ഞാൻ അത് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ആദ്യം ചെയ്യാത്തതുകൊണ്ട് ഈ ചവിട്ടി എല്ലായിടത്തും വൃത്തികേടായി റൂമിൽ. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആ ഡ്രില്ല് ചെയ്തിട്ട് അപ്പം തന്നെ പൊടി ക്ലീൻ ആക്കുക കേട്ടോ. അതിനുശേഷം ബാക്കി പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ മണ്ടത്തരം എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ട പണി അവസാനം ചെയ്യേണ്ട പണി ആദ്യം, അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അത് രാവിലെയും രാത്രിയൊക്കെ, പകലും രാത്രിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം എനിക്ക് വന്നത്. പിന്നെ ബെഡിൻ്റെ എനിക്കൊരു ടിപ്സ് പറയാനുള്ളത്, ഈ ബെഡിന് മുകളിൽ ഇങ്ങനെ റെക്സിനിട്ടാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ് എന്ന്. കിടക്ക കുറച്ച് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു. ഇതിനായിട്ട് ഇങ്ങനെ വാങ്ങിയതല്ല കേട്ടോ. മക്കൾ ചെറുതുള്ള സമയത്ത് ബെഡിൽ മൂത്രമൊഴിക്കില്ലേ, അങ്ങനെയാണ് ഈ ഒരു റെക്സിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മൾ വാങ്ങിയിട്ട് വെറുതെ സ്ഥലത്ത് മൂലൊക്കെ ഇടണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബെഡിൻ്റെ മുകളിൽ ഈ ഒരു റെക്സിൻ വിരിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് അതിൻ്റെ മുകളിൽ വിരിക്കുക. ഇത് എത്ര പേര് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്കൊരു ടിപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ഹെൽപ്പിലൊരു സാധനമായിട്ടും എന്ന് പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ റൂമിൽ ഇങ്ങനെ തുണി തൂക്കിയിടുന്ന സ്റ്റാൻഡല്ലേ. ഈ ഒരു ടൈപ്പ് സ്റ്റാൻഡ് എനിക്ക് ഉപകാരമായിട്ട് തോന്നലുണ്ട്. കാരണം സ്ഥലപരിമിതി ഇല്ലതുകൊണ്ട് ബാഗൊക്കെ തൂക്കിയിടുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു കുഞ്ഞു ഡ്രോവർ, നമ്മളെ ഇങ്ങനത്തെ പൊട്ട് പിന്നെ അങ്ങനെയൊക്കെ വെക്കാനും, ഈ കാണുന്ന ഡ്രോവർ എൻ്റെ തുന്നുന്ന ടൈലറിങ് മെറ്റീരിയൽസും പിന്നെ ബാക്കി അല്ലറച്ചുള്ള സാധനം കൂടെ വെക്കാനുള്ള ഡ്രോവറാണ് അത്. അപ്പോൾ അത് നമുക്ക് ഈ സ്ഥലം വെക്കാൻ സ്റ്റോറേജ് സ്പേസ് കുറവില്ലവർക്ക് ഉപകാരമുള്ളൊരു സംഭവമാണത്. പിന്നെ നമ്മൾ ബെഡ്റൂം നിങ്ങൾ കണ്ടല്ല, വാഷിംഗ് മെഷീൻ അടക്കമുണ്ട് ബെഡ്റൂമിൽ, അതാണ് പ്രത്യേകത. പിന്നെ ചുവരിൻ്റെ ചളി കളയാൻ വേണ്ടിയിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് കലക്കുക വെള്ളത്തിൽ. ആ വെള്ളത്തിൽ കലക്കിയിട്ട് തുണി, പോളിസ്റ്റർ തുണിയാട്ടോ നല്ലത്. പോളിസ്റ്റർ ആകുമ്പോൾ അങ്ങനെ ഒരുമാതിരി അത് നമ്മൾ ഷോൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ടൈപ്പ് ഒന്നല്ല. ഈ ചില പാൻറ്റൊക്കെ ഉണ്ടാവും പോളിസ്റ്റർ ടൈപ്പ് തുണി, അതിനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മുക്കി നമ്മൾ ചുവര് തുടച്ചാൽ ചളി ഒരുവിധം കുറേയൊക്കെ നമുക്ക് ചളി കളയാൻ പറ്റും. അപ്പം ആ ഭാഗമൊക്കെ ഞാൻ അങ്ങനെ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മുക്കിയിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഷെൽഫും ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കി. പിന്നെ മുകളിൽ പെട്ടി വെച്ച സ്ഥലത്തേക്കൊന്നും ഞാൻ തൊടാൻ പോയിട്ടില്ല. ഇതെനിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് ക്ലീൻ ആക്കി കിട്ടണമെന്നില്ലുകൊണ്ട് സൈഡിൽ കോർണർ ഞാൻ നേരത്തെ ഈ സ്റ്റാൻഡിൽ എന്തൊക്കെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഞാൻ മണി പ്ലാന്റ് വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ല ഡ്രസ്സ് 2 അത് മാത്രം തൂക്കി. പിന്നെ റൂം സെറ്റാക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണനും ഞാനാട്ടാ. എൻ്റെ മനസ്സിലെന്നും അങ്ങനെയാണ്, ഞാൻ എത്ര വയസ്സായാലും അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ പല സമയത്തും പലരിടത്ത് ചൊടിക്കുകയും പടങ്ങുകയും ഉടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയും ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ഐ ആം വിത്ത് യു എന്നും കൂടെ ആ ഫോട്ടോയിൽ ആവുന്ന സമയത്ത്, അത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചിന്താഗതി ഇല്ലോണ്ടാട്ടോ ഞാനത് റൂമിൽ സെറ്റാക്കിയത്. മറ്റേത് പിന്നെ ഞാനും എൻ്റെ കെട്ടിയവനുമാണ്. അപ്പോൾ അതും എനിക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, റൂമൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആക്കണം എന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും ഈ സ്റ്റിക്കർ ഇങ്ങനെ പരക്കെ ഒട്ടിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ടാണ് തോന്നുന്നു കുറേ വൃത്തികേടൊക്കെ മാറ്റിയിട്ടുള്ളത്. ആ വീഡിയോയിലെ ഫോട്ടോ മറ്റേ പ്ലഗിൻ്റെ ഒക്കെ അവസ്ഥ കണ്ട ഭയങ്കര പഴക്കമില്ല, വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഷോക്കേറ്റ് അപ്പം നല്ല മനുഷ്യൻ്റെ കാറ്റ് പോകുന്നു. ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു വർക്കും നമ്മളെ ഹൗസ് ഓണർ ചെയ്തു തരില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ. അതും സെറ്റാക്കി. പിന്നെ മണി പ്ലാന്റ് ഇല്ലാണ്ട് നമുക്ക് പരിപാടി ഇല്ലല്ലോ. അങ്ങനെ അത് ഞാൻ വളർത്തിയ മണി പ്ലാന്റിനാണ്, പ്ലാസ്റ്റിക് അല്ല കേട്ടോ, അത് ഒറിജിനലാണ്. മണി പ്ലാന്റ് വെച്ച് ആ ഭാഗം സെറ്റാക്കി. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ എനിക്ക് അത്യാവശ്യമില്ല കുറച്ച് പുസ്തകവും കാര്യം, എൻ്റെ മെഷീൻ. ഇനിയിപ്പോൾ ചേഞ്ചസ് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ആലങ്കോലായിരിക്കുന്ന റൂമും ഇപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ടുള്ള റൂമും തമ്മിൽ വ്യത്യാസം നോക്കുക. ഈ ഒരു ഭാഗം മൊത്തം എനിക്ക് വൃത്തികേടായിരുന്നു. ചുമരിൽ വൃത്തികേടൊക്കെ കുറച്ചൊക്കെ ഞാൻ ആ സ്റ്റിക്കർ വെച്ച് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്ലാന്റും വന്ന സമയത്ത് ഭംഗി വന്നു.
മണി പ്ലാന്റ് ഒറിജിനൽ ഇല്ലാത്തവർക്ക് നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കാം. ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതാവുമ്പോൾ പിന്നെ വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട പണിയും ഇല്ല അല്ലേ. പക്ഷെ പൊടി തട്ടി കൊടുക്കണം കേട്ടോ. പൊടി തട്ടി ക്ലീൻ ആക്കിയാലേലും അത് നീറ്റിലുണ്ടാവും. പൊടി തട്ടുക എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിലാണ് ഒരുപാട് എല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് മുട്ട പണി കിട്ടുന്നത്. അപ്പം നീറ്റാക്കി ഈ വലിയ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും റൂം ഇതാണ് സെറ്റാക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, വാഷിംഗ് മെഷീൻ അടക്കം നമ്മുടെ ബെഡ്റൂമിലുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ല നമുക്ക് വെക്കാൻ പറ്റും. സ്ഥലപരിമിതി ഉണ്ട് നിൽക്കുന്നെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നീറ്റാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂം മേക്ക് ഓവർ ചെയ്യാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചെന്ന് പറയാം. കാരണം ഞാനത് ആഗ്രഹിക്കുന്നു. നമുക്കിങ്ങനെ നീറ്റാക്കി വെക്കണം എന്നൊക്കെ വേറെ ആൾ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പം ജാഗയില്ലാത്ത എൻ്റെ സ്ഥലത്ത് ജാഗ ഉണ്ടാക്കിയത് നിങ്ങൾ കാണുക. ഞാൻ ആ ടേബിൾ ഒഴിവാക്കി. ആ ടേബിളിൻ്റെ കാലും കയ്യെല്ലാം ഊരിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചു, റൂമിന് ഒഴിവാക്കി. ഇതാണ് നമ്മുടെ ഉരൽ. ഒരുമയുള്ള ഒരുമയുണ്ടെങ്കിൽ ഒരലല്ല കേട്ടോ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്ന് പറഞ്ഞാൽ ആ ഒലക്കയാണ് ഈ കാണുന്നത്. പിന്നെ പുറത്തേക്കുള്ള കാഴ്ച ജെല്ല് തുറന്നാൽ ഇതാട്ടാ. ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മറ്റേ ഈ സ്പ്രേ ബോട്ടിൽ കൊണ്ടുപോയിട്ട് മണി പ്ലാന്റ് കുത്തി തുറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ വെച്ചതാണിത്. ഇനിയിപ്പോൾ പുതിയ ഇത് മണി പ്ലാന്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടണം. അതൊക്കെ ചീത്തയായിട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് തരണേ. ലൈക്ക് തരാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ല, കമൻറ്റ് തരാനും പൈസ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞത് നിങ്ങളെ അഭിപ്രായം അറിഞ്ഞാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. പിന്നെന്താ പറയല്ലേ, പിന്നൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും. വണക്കം. ബൈ. അച്ചു.